ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ഈ 3 ഇൻഡെക്സിനെ അനലൈസിസ് ചെയ്യും. പിന്നെ ഒരു സ്റ്റോക്ക് കൂടി നമ്മുടെ റെഗുലർ വ്യൂവറാണ് മുറ പറഞ്ഞായിരുന്നു. സോ എല്ലാ നമുക്ക് ഇൻഡെക്സ് അനലൈസിസ് പ്ലസ് സ്റ്റോക്ക് അനലൈസിസ് നമുക്ക് ഷെയർ ചെയ്യാം. അനലൈസിസ് ജസ്റ്റ് ലേണിംഗ് പർപ്പസിലുള്ള ലെവൽസാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇവിടെ. നമ്മുടെ ഇൻഡെക്സ് ഫസ്റ്റ് നിഫ്റ്റി കിടക്കാം. നിഫ്റ്റി നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിൽ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, റെഗുലർ വ്യൂവേഴ്സ് അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും, ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു 1 2 3 4 5 കൗണ്ടിങ് ഇവിടെ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ഒരു കൗണ്ടിങ്ങിന് നിയറാണ് നമ്മളിപ്പോൾ ഉള്ളത്. സോ ശ്രദ്ധിക്കുക, ഇനി ഇവിടുന്ന് കൂടുതൽ ബിയറിഷ് ആവേണ്ട ആവശ്യമില്ല നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിന് കേട്ടോ. നമ്മുടെ ലെവൽ ഏതാണ്? നമ്മുടെ ലെവൽ ഈ 2 ലെവലാണ് ഇനി എനിക്ക് പറയാനുള്ളത്. അത് നല്ല തിക്കാക്കി ഗ്രീനാക്കി നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. അത് ഞാൻ മാർക്ക് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ യെല്ലോ. ഓക്കെ, ഗ്രീൻ ഇതിനകത്ത് കാണുന്നില്ല, യെല്ലോ ഫൈൻ. ഓക്കെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്മുടെ വരുന്നത് ലെവൽ 22,600. കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് വെക്കണം നമ്മൾ ഫിബൊനാച്ചി. എന്നിട്ടേ നമുക്ക് കറക്റ്റായിട്ട് അത് നമ്മുടെ ലെവൽസ് കാര്യങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. സോ 22,600. ഓക്കെ, 22,596. ഈ 2 ലെവലാണ് നമുക്ക് ഉള്ളത് ഇനി. ഓക്കെ, സോ നിഫ്റ്റി ഈ ഏരിയയിൽ എപ്പോഴാണ് വരിക? അവിടെ വരണം. ഈ 2 ഏരിയ ആണ് നമ്മുടെ ഉള്ളത്. ഈ ഫോളിൻ്റെ ഫിഫ്ത്ത് വേവ് ആണ്. ആ വേവിൻ്റെ ഫോൾ ഈ 2 റേഷ്യോ വന്നിട്ട് ഇവിടുന്ന് യൂഷ്വലി തിരിച്ച് കയറാറുണ്ട്. സോ നമ്മുടെ കയ്യിൽ ഇത്ര പോയിൻറ്റ്സ് ആണ് ഇനി 800 to 600, ഒരു 200 സംതിങ് പോയിൻറ്റ്സിൻ്റെ ഫോൾ ഇനിയുള്ളൂ നമുക്കുള്ളത്. അത് എപ്പോഴാണ് വരിക, എങ്ങനെ വരിക, അത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ വന്നാൽ, ഈ സോണിൽ വന്നാൽ ഇവിടുന്ന് നമ്മുടെ ഇൻഡെക്സ് 1 hour മിനിമം 1 hour 75 മിനിറ്റ്സ് ചാർട്ടിൽ ബുള്ളിഷ് കാൻഡലിസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്യണം. ശ്രദ്ധിക്കണം കേട്ടോ, ബുള്ളിഷ് കാൻഡലിസ്റ്റിക് പാറ്റേൺ ഫോം ചെയ്യണം. ഡെയിലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ നമ്മളിപ്പോൾ ലാസ്റ്റ് ഫോളിലാണ്, ലാസ്റ്റ് ഫോളിലാണ്. ഈ ഒരു ലാസ്റ്റ് ലെഗിൻ്റെ ഓൾമോസ്റ്റ് ഫോളിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. എപ്പോഴാണെന്ന് വെച്ചാൽ അത് വരും. വന്നിട്ട് ഇവിടുന്ന് റിവേഴ്സ് എടുക്കുവാണെങ്കിൽ ബുള്ളിഷ് കാൻഡിൽ പാറ്റേൺ സ്റ്റിക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ ദെൻ നമുക്ക് ബുള്ളിഷ് ആവാം അവിടുന്ന്. അതിന് പിന്നെ ആ ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൻ്റെ ലോ ആയിരിക്കും നമ്മുടെ SL. ഓക്കെ, മോസ്റ്റ്ലി ഇവിടുന്ന് തീരേണ്ടതാണ് ഈ ഒരു ഫോൾ. ബട്ട് ഇവിടുന്ന് ഇനി ബാക്കി കാര്യം പിന്നെയാണ്. ബാക്കി ഇവിടുന്ന് എത്ര വരെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അത് പഴയ വീഡിയോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. എന്തായാലും ഈ ചാനലിൻ്റെ അപ്പർ പോർഷൻ വരെ എന്തായാലും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനിയുള്ളത് സ്മോൾ ടൈം ഫ്രെയിമിൽ നമുക്ക് പോകാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് ഞാൻ ഇത്രയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ അതാണ് ഞാൻ കൂടുതൽ ലെവൽ ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ. കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു ദിവസം ഇത്രയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഞാനിവിടെ ഫിഫ്ത്ത് വേവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ കൂടെ. അത് ഇനി ഗ്യാപ്പ് അപ്പ് തന്നെ ആയി. ബട്ട് ഞാൻ എപ്പോഴും അത് തന്നെ ഒരു കൂടുതൽ പറയാനുള്ളത് പേടിയെന്ന് വെച്ചാൽ ഫിഫ്ത്ത് വേവ് ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഫിഫ്ത്ത് വേവ് ഫെയിലിയർ ആവാറുണ്ട്. ഓക്കെ, ഫെയിലിയർ ആവാറുണ്ടെന്ന് വെച്ചാൽ അത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് ഇതാകും, കൊലാപ്സ് ആകും, നമുക്ക് ട്രാപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഇത് ബിഗർ ടൈം ഫ്രെയിമിൽ അത് ഫൈനൽ ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ബിഗർ ടൈം ഫ്രെയിമിൽ. സോ ഈ സമയത്ത് ഫുള്ളി നമുക്ക് ട്രാപ്പ് ചെയ്യും. സോ മെയിൻ ടാർഗറ്റ് ഇവിടെ തന്നെയാണ്. ബട്ട് ഇവിടുന്ന് മുകളിൽ പോയിട്ട് പിന്നെയാണ് അവർ താഴേക്ക് കൊണ്ടുവരുള്ളൂ. സോ അങ്ങനെയാണ് അതിൻ്റെ ട്രയാങ്കിളൊക്കെ ഫോമായി, ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് തന്നു, മുകളിലേക്ക് പോയി, എന്തിനും വീണ്ടും എല്ലാം കൂടി ഒരു ട്രാപ്പാണ് നമ്മുടെ നടക്കുന്നത് മാർക്കറ്റ്. സോ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഈ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ ഇതാണ് 23,300. ഇതൊക്കെ എല്ലാം ഡിലീറ്റ് ചെയ്യാം. സഡൻ റെസിസ്റ്റൻസ് 23,120. ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഫർദർ ഫോൾ ഞാൻ കാണുന്നുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നാളെ മോർണിംഗ് ഫസ്റ്റ് ഗ്യാപ്പ് അപ്പ് ടു ഫ്ലാറ്റ് എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ, ഗ്യാപ്പ് അപ്പ് ആണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇത്ര ഹ്യൂജ് ഫോളോ ചെയ്യുന്ന ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിരിക്കുള്ളൂ. സോ ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ ഉള്ളൂ. 22,970 ബ്രേക്ക് ചെയ്താൽ ഫർദർ ഫോൾ ഉള്ളൂ. ഇവിടുന്ന് പി സൈഡ് കോഷ്യസ് ആയി നിൽക്കണം കേട്ടോ. ഇവിടുന്ന് ഞാൻ പേഴ്സണലി പി ഇരിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ ട്രേഡ് ചെയ്യില്ലെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ സൈഡായിട്ട് ഇരിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ എനിക്കറിയാം ഇവിടുന്ന് ബൈങ് സോണാണ്. എപ്പോഴാണെന്ന് വെച്ചാൽ സഡൻ ഒരു
ബൈങ് വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ട്രാപ്പ് ചെയ്യും ഓർ വോളട്ടൈലായിരിക്കും. ഇന്ന് എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് ഉണ്ട്, അവർക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്, നമ്മുടെ ഈ ഒരു ഇന്ന് എല്ലാവരും ട്രാപ്പായിട്ടുണ്ടാവും, ഒത്തിരി പേര് ട്രാപ്പായിട്ടുണ്ടാവും. ഇനി ഞാൻ ആകെ ഇവിടുന്ന് ഒരു ബൈ ആണ് ആകെ എടുത്തുള്ളൂ, ഒരു ട്രേഡ്, വേറെ ഒന്നും എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സഡൻ നിങ്ങൾ മൂവ് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ സപ്പോസ് ഈ 1 hour ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കും, ഇത് കണ്ടോ, സഡൻ ഒരു ഫോൾ, ഓക്കെ, 2 കണ്ട് സഡൻ ഇത്ര വലിയ ഫോൾ, സഡൻ ഒരു ബൗൺസ്. ഓക്കെ, ഈ ബൗൺസ് നിങ്ങൾ ഒരു 5 minutes ക്യാൻഡിൽ പോയി നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കണ്ടോ, പേടിച്ചു പോകും അല്ലേ. സഡൻ ഇപ്പോൾ ഷോർട്ട് സൈഡിൽ ഇരിക്കുന്ന ആളുടെ കിളി പോയിട്ടുണ്ടാവും ഇത്ര. സോ ഞാൻ ഇവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു, ബൗൺസ് കുറച്ച് എക്സ്പെക്ട് ചെയ്തു, സഡനായി അത് ഞാൻ ആക്ച്വലി 1 minute ചാർട്ടിലായിരുന്നു ആ ഒരു സമയത്ത്. ഞാൻ തന്നെ പിടിച്ചു, അത്രയ്ക്ക് വലിയൊരു കയറിയിട്ട് ഞാൻ കറക്റ്റ് സൈഡ് കറക്റ്റായിരുന്നു എൻ്റെ, ഞാൻ ഇവിടെ നിന്നാണ് കയറിയത്. സോ ആ ഒരു ഇത് സിംഗിൾ ക്യാൻഡിൽ എടുത്ത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത് മീൻസ് അൺഎക്സ്പെക്റ്റബിൾ ആയിരുന്നു അത്. ഇത്ര ഞാൻ ഇവിടെ വരെ എക്സ്പെക്ട് ചെയ്തു, ബട്ട് ഇവിടെ ഞാൻ എക്സിറ്റ് ആയിപ്പോയി, ഭാഗ്യം എൻ്റെ. പിന്നെ സഡൻ തന്നെ താഴേക്ക് കൊണ്ടുവന്നു. സോ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാമോ, ഈ ഒരു ഹ്യൂജ് സഡൻ ബിഗ് ക്യാൻഡിൽസ്, വലിയ ക്യാൻഡിൽസ് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, ഇവിടെ എക്സിറ്റ് ആവുന്നതാണ്. ആരാ എക്സിറ്റ് ആവുന്നത്? വലിയ ഫണ്ട്സ് ഓർ വലിയ ഓപ്പറേറ്റേഴ്സ്, അവരാണ് ഇവിടുന്ന് എക്സിറ്റ് ആവാറുള്ളൂ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത് യൂഷ്വലി ബാക്കി ട്രേഡേഴ്സ്, ബാക്കി യൂട്യൂബ് ചാനൽസ് അവരൊന്നും ഷെയർ ചെയ്തില്ല, അവർ പറഞ്ഞു തരത്തില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. സോ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. അവർക്ക് ഭയങ്കര മടിയായിരിക്കും ഇങ്ങനെയൊക്കെ പറയാൻ. കാരണം വെച്ചാൽ ഈ നമ്മുടെ ഇവിടെ നിന്ന് ഈ സെല്ലടിച്ച ആളുണ്ടല്ലോ, ഏതാ 4th വേവിൻ്റെ ഇവിടുന്ന്. സോ അവർ സ്ലോലി താഴേക്കല്ലേ കൊണ്ടുവരും. സോ ഇവിടെ കണ്ടോ, ഇവിടെ സഡൻ ഒരു ബിഗ് ക്യാൻഡിൽ, സഡൻ അപ്പ്, സഡൻ ഡൗൺ, ഇതൊക്കെ എല്ലാം ഇങ്ങനെ തന്നെയാണ്. ദാറ്റ് മീൻസ് അവർ എക്സിറ്റ് അടിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ SLs ഉണ്ട്. സോ അവർ ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. സോ സഡൻ താഴേക്ക് വന്നു പിന്നെ എക്സിറ്റ്. ദാറ്റ് മീൻസ് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ബൗൺസ് വരുന്നത്. ഓക്കെ, അവർ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് ബൗൺസ് കാണിക്കും. നമ്മളെ പോലത്തെ ലോക്കൽ റീറ്റെയിലേഴ്സിന് ഒരു എൻട്രി തരും, ആൻഡ് ദെൻ വീണ്ടും ലാസ്റ്റ് കണ്ടോ ഫോൾ. ഓക്കെ, സോ ഇനി വേറൊരു ഇതിനകത്ത് നമുക്ക് കാണിക്കാനുള്ളത് വേറൊരു കാര്യം. ഇപ്പോൾ 4 hour ചാർട്ടിൽ പോകാം. വേണ്ട, 4 hour വേണ്ട, 1 hour തന്നെ. ഇപ്പോൾ നമുക്ക് സപ്പോസ് കണ്ടുപിടിക്കാനാണ്, അയ്യോ എവിടുത്തെ സ്ട്രോങ് ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എവിടുത്തെ ഏത് സൈഡിലുള്ള ബയേഴ്സ് സ്ട്രോങ് ആണ്, സെല്ലർ സ്ട്രോങ് ആണോ, പി സൈഡ് ആണോ അല്ലെങ്കിൽ സി സൈഡ്. അപ്പോൾ അത് നോക്കാനാണെങ്കിൽ നമ്മൾ ക്യാൻഡിൽ പാറ്റേൺ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ലെങ്ത് നോക്കുക. ഓക്കെ, ഇത് കണ്ടോ, നല്ല ഒരു ഹ്യൂജ് ആൻഡ് ഫുള്ള് നല്ല ഒരു ക്യാൻഡിലാണ്. സെക്കൻഡ് റെഡ് ക്യാൻഡിൽ അങ്ങനെ തന്നെ. ബട്ട് തേർഡ് ക്യാൻഡിൽ നമ്മൾ ഈ ഗ്രീൻ ഫോമായി ഇത് കണ്ടോ, ഇതിൻ്റെ വിഗ് കണ്ടോ. ദാറ്റ് മീൻസ് ബോഡി ചെറുതാണ്, വിഗ് കൂടുതലാണ്. ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രഷർ ഉണ്ട്, മുകളിൽ പോയപ്പോൾ സെല്ലിംഗ് പ്രഷർ ഉണ്ട്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 ക്യാൻഡിൽ റെഡാണ് ഇത്ര, ആൻഡ് തേർഡ് ക്യാൻഡിൽ ഗ്രീൻ ആണ്. ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രഷർ കൂടുതലാണ്. ബട്ട് ഇവിടുന്ന് ബൈങ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ് കണ്ടോ. സോ ഇവിടുന്ന് ഇത് കണ്ടോ, ഒരു ഹാമർ പോലത്തെ കണ്ടിട്ട് സപ്പോർട്ട് വന്നു, ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോയി, പിന്നെ വീണ്ടും. ബട്ട് ഇത് ബ്രേക്ക് ചെയ്തു, പിന്നെ എല്ലാം കോളേജ് ബൈ കണ്ടോ. ഇത് ബ്രേക്ക് ചെയ്തു, പിന്നെ മൊത്തത്തിൽ കോളേജ് ബൈ, പിന്നെ സഡൻ ഫോൾ വന്നെങ്കിൽ 20,120. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ കറക്റ്റ് എത്ര പോയിൻറ്റ്സിൻ്റെ ഫോൾ വന്നത് കണ്ടോ. സോ പ്രൈസ് വന്നെങ്കിൽ 23,960 ഏരിയ. ഇങ്ങനെയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. അത് പറഞ്ഞു തരത്തില്ല, മൗസ്റ്റായിട്ട് മറക്കാതെ എവിടേക്കും നോട്ട് ചെയ്ത് വെക്കുക. ദാറ്റ് മീൻസ് ഈ ഒരു എൻട്രി തരുന്നത്, എക്സിറ്റ് തരുന്നത് അവർക്ക് എക്സിറ്റ് തരുന്ന ഒരു ഇതാണ്, അതൊരു ട്രാപ്പാണ്, റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നതാണ്. ബട്ട് അവർ എക്സിറ്റ് അടിക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, സോ ഇനി ഇവിടുന്ന് ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പാൻഡിങ് പാറ്റേൺ എന്ന് പറയാം. ഇത് കണ്ടോ, ഇതൊരു എക്സ്പാൻഡിങ് പാറ്റേൺ ആണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പാൻഡിങ് പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ബൈങ് ഒന്നും പറയണില്ല. ബട്ട് ഈ പാറ്റേൺ ശരിക്കും നോർമലി ഇവിടുന്ന് ബൗൺസ് തരേണ്ടതാണ്. ഇവിടെ വരെ എന്ന് വെച്ചാൽ ഫുൾ ഓർ ഇവിടെ വരെ പകുതി ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് തന്നെയാണ്. ഓക്കെ, സോ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ട്രാപ്പ് ചെയ്യേണ്ടി വീണ്ടും വേറെ മുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, 23,123 ആൻഡ് ദെൻ ഇത് 22,300 കൊടുക്കും. ഓക്കെ, ഓർ ഫിബനാച്ചി വെച്ചിട്ട് നമ്മുടെ റെഗുലർ വ്യൂസ് ശ്രദ്ധിക്കുക, ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും നമ്മൾ നോക്കുക കേട്ടോ. സോ റെസിസ്റ്റൻസ് ഏരിയ ഫൈൻഡ് ചെയ്യുക, എത്ര 61.80%, അതൊക്കെ റെസിസ്റ്റൻസ് ആയിട്ടങ്ങ് മാറും ഈ സോണിലൊക്കെ. ഓക്കെ, അങ്ങനെയാണ് യൂഷ്വലി. പിന്നെ താഴത്തെ ടാർഗറ്റ് ഇവിടെ എക്സാക്ട്ലി 22,900 50 പോയിൻറ്റ്സിൽ ടാർഗറ്റ് ഉണ്ട്. ഓക്കെ, താഴത്തെ ഉള്ള ടാർഗറ്റ്. പക്ഷേ ഞാൻ ഇവിടുത്തെ സ്കാൽപ്പിംഗ് വേണമെങ്കിൽ ചെയ്യുക, ഓർ മാറി ഇരിക്കുക, നോക്കുക
സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ ബൈങ് ഉള്ള സ്റ്റോക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ റിവേഴ്സൽ ഏതൊക്കെ സ്റ്റോക്സ് തരുന്നു സെലക്ട് ചെയ്യുക, എൻജോയ് ചെയ്യുക കേട്ടോ. ഇനി ഫെർദർ ഫോൾ വരുവാണെങ്കിൽ 22,500 ബിലോ ക്ലോസിങ് വരാൻ തുടങ്ങിയാൽ മാത്രമേ ഒന്നുകൂടി താഴേക്ക് ബീറിഷ് വരുള്ളൂ. അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണ് ഇനി ഉള്ളത്. ബാക്കി ഇനി നമുക്ക് നോക്കാം. ഇനി വേഗം ബാങ്ക് നിഫ്റ്റിയിൽ കിടക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രക്ചർ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല, ബാങ്ക് നിഫ്റ്റിയിൽ അത്രയും വലിയ ഫോൾ വരത്തില്ല. ദാറ്റ് മീൻസ് ഈ ലോ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവർ നോക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 ആണ്. ഇനി 5 ഇനി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടാകും. ബാങ്ക് നിഫ്റ്റിയിൽ ഫോൾ ഈ നമ്പർ വൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും 800 പോയിന്റ്. ബട്ട് ഈ ലോ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ലോ ഐ തിങ്ക് സേഫ് ആണ്. ബട്ട് നിഫ്റ്റിയിൽ ലോ ഓൾറെഡി ബ്രേക്ക്ഡ് ആണ്, ഇപ്പോൾ നമ്മൾ ബ്രേക്കായി കിടക്കുന്നത് കേട്ടോ. സോ അതാണ് ബാങ്ക് നിഫ്റ്റി. ഇനി സപ്പോർട്ട് ഇതാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയായിട്ട് നിൽക്കത്തുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഈ സ്ട്രക്ചർ ഞാൻ ഒന്നും നോക്കുകയാണ്, സ്വിംഗ് ബേസ് ഞാൻ തരാം, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഈ ലോ സേഫ് ആണെങ്കിൽ, സേഫ് ആവണം ഈ ലോ. ഓക്കെ, ഇപ്പോൾ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നന്നായിട്ട് പെർഫോം ചെയ്യും അപ്കമിങ് ടൈമിൽ. ഞാനത് കുറേ നാളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ ബാങ്ക് നിഫ്റ്റി കുറച്ചുകൂടി അപ്കമിങ് ടൈമിൽ നല്ല പെർഫെക്റ്റ് സൂപ്പർ മൂവ് തരും എന്നാണ് നമുക്ക് റെസിസ്റ്റൻസ് ഇതാണ്. ഇന്നത്തെ ലോ ഈ ഒരു ഫോളുണ്ട്, ലോ ഓവറോൾ 4th ഫിബ് വെച്ച് നമ്മൾ ലേറ്റസ്റ്റ് ഹൈ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ 48,230 ഇത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, 235 ആണ് ഇത്. സേഫ് ആണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ബാങ്ക് നിഫ്റ്റിയിൽ. സോ ബാങ്ക് നിഫ്റ്റി ഐ തിങ്ക് ഇവിടുന്ന് വീണ്ടും മുകളിലേക്ക് വരേണ്ടതാണ്, ഓർ ഈ ലോ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്ക് നോക്കണ്ട ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റിയിൽ ചെറിയൊരു ഇതുണ്ട്, ബാങ്ക് നിഫ്റ്റിയിൽ താഴേക്ക് വന്നില്ല. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാങ്ക് നിഫ്റ്റി ഇവിടെ എവിടെയെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദെൻ ബാങ്ക് നിഫ്റ്റി ആയിരിക്കും ഫസ്റ്റ് റിവേഴ്സ് ചെയ്യുന്നത് കേട്ടോ. ഒരു ട്രയാങ്കിൾ മറ്റേ ഇതിൻ്റെ സപ്പോർട്ട് ഒന്നും കാണുന്നില്ല ട്രെൻഡ് ലൈൻ്റെ എനിക്ക്, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് തന്നെ. കാരണം ഇപ്പോൾ ഇന്നടിച്ച ലോയും ഇത് കൺഫർമേഷൻ ഇതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഓക്കെ, നോക്കാം. ബാങ്ക് നിഫ്റ്റി എന്തായാലും നാളെ ഇത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ചുകൂടി നമുക്ക് പിടികിട്ടും. സോ ഇങ്ങനത്തെ ഒരു ചാനലിലാണ് നമുക്ക് ഉള്ളത്. എന്ന് വെച്ചാൽ ഇവിടുന്ന് 5 മൂവ്സ് കഴിഞ്ഞിട്ട് 1 അടിച്ച് 2nd, 3rd and 4th ഫോളാണ്. ഇപ്പോൾ ഈ ലോ അടിച്ച് മറ്റേ ഇത് ആയില്ലെങ്കിൽ, ബ്രേക്ക് ആയില്ലെങ്കിൽ ഈ ലോ, ദെൻ വീണ്ടും സൈഡ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി പ്ലേസ് ചെയ്യണമെങ്കിൽ ലെവൽ വൈസ് പ്ലേസ് ചെയ്താൽ മതി, ഓർ ബാങ്ക് നിഫ്റ്റി വെയിറ്റ് ചെയ്യുന്നതാണ് കുറച്ച് ബെറ്റർ. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പ്രൈസ് ആക്ഷൻ ഫുൾ കംപ്ലീറ്റ് ഒന്നും ആവട്ടെ, ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവട്ടെ. ഇനി വേഗം നമ്മൾ സെൻസെക്സിലെടുക്കാം. പ്ലീസ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും കൂടി റെഗുലർ വ്യൂവേഴ്സാണ്. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി കൂടുതൽ ലൈക്സ് എനിക്ക് കിട്ടി. അതുപോലെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യുക എല്ലാവരും കൂടി. സെൻസെക്സ് മോർണിംഗ് റിജക്ഷൻ എനിക്ക് തോന്നുന്നു ഉടനെ തന്നെ ആയി. ആൻഡ് ദെൻ വീണ്ടും കണ്ടോ ഈ ട്രെൻഡ് ലൈൻ ഞാൻ കൊടുത്തിട്ടുണ്ടായി. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സെൻസെക്സ് കണ്ടോ ഈ റിജക്ഷൻ, ഇത് കറക്റ്റായിട്ട് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് സെൻസെക്സ്. യെസ്, സെൻസെക്സ് ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ബിഗർ ടൈം ഫ്രെയിമിൽ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് നിഫ്റ്റിയുടെ പോലെ അത് വർക്ക് ചെയ്യാറുള്ളൂ. സെൻസെക്സ് നമുക്ക് വേണമെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ഫിബൊനാച്ചി വെച്ചിട്ട് ഈ ലോ ടു ദെൻ ഈ ഒരു ഹൈ വരെ നോക്കാം. സെൻസെക്സിൻ്റെ ടാർഗറ്റ്സ് ഓൾമോസ്റ്റ് ആയി കിടക്കുന്നത്. മാക്സിമം ഇനി ഇത് കൂടി കേട്ടോ 75,570. സോ ഇന്നത്തെ ലോ. ഓക്കെ, ഇന്നത്തെ ലോ ബ്രേക്ക് കുറച്ചുകൂടി ഫർദർ താഴത്തെ ലെവൽസ് ഉണ്ടാകും. ഇതൊരു റെസിസ്റ്റൻസ് 76,250 ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. ഹേർഡൽ ആയിട്ടാണെന്ന് പറയാം, റെസിസ്റ്റൻസ് അല്ല, ഹേർഡൽ. ഓക്കെ, ഇത് ഈ ലെവൽ വേസ്റ്റായി. ഇപ്പോൾ ഇതാണ് ഇപ്പം നമുക്കുള്ളത് റെസിസ്റ്റൻസ് ആയിട്ട്. പിന്നെ ഇത് ബ്രേക്കായി ആൻഡ് ദെൻ റെസിസ്റ്റൻസ് വരുന്നത് ഇതായിരിക്കും 76,800. ഓക്കെ, ഈ ലൈൻ്റെ അപ്പോൾ പോയി കഴിഞ്ഞാൽ സസ്റ്റെയിൻ ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയി എന്ന് പറയാം. ഇത് വലിയ ടൈം ഫ്രെയിമിൽ. ഓക്കെ, സെൻസെക്സിൽ എത്ര ഉള്ളൂ? ഇനി വേറെ പ്രത്യേകിച്ച് സെൻസെക്സിലൊന്നും പറയാനില്ല. എല്ലാ ഇൻഡെക്സിൽ ഇനി താഴത്തെ ഇപ്പോൾ ഈ എല്ലാം എടുക്കുവാണെങ്കിൽ സ്കാൽപ്പ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇനി നമ്മുടെ റെഗുലർ വ്യൂവർ മുറാഫ് എന്ന് പറഞ്ഞായിരുന്നു നമ്മുടെ സ്റ്റോക്ക് ഷെയർ ചെയ്തായിരുന്നു പുള്ളി. സ്റ്റോക്കിൻ്റെ
ഇതെങ്ങനെയാണ് ചാർട്ട് അനാലിസിസ് നമുക്ക് ഷെയർ ചെയ്യാനാണുള്ളത്. ഇതിൻ്റെ അനാലിസിസ് ആണ് ചോദിച്ചായിരുന്നു. നാഷണൽ അലുമിനിയം സ്റ്റോക്കിൻ്റെ പേരാണ്. സോ ഇത് നമ്മുടെ ബിഗർ ടൈം ഫ്രെയിമിൽ 1 hour ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുനാഫ് ആക്ച്വലി പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് നമ്മുടെ പഴയ റിവ്യൂർ ആണെങ്കിൽ ഐ തിങ്ക് അറിയാൻ പറ്റും. ഇത് നമ്മുടെ ഇതാണ് മെഗാഫോൺ എന്ന് പറയാം. ഓക്കെ, മെഗാഫോൺ ഈ ഒരു ചാനലിലാണ്, ഈ ഒരു മെഗാഫോൺ ചാനലിലാണ് ഇത് ഉള്ളത് ഇപ്പോൾ. സോ ഇപ്പോൾ അടിച്ച ലോ ബ്രീച്ച് ചെയ്യണമെങ്കിൽ ഇത് കണ്ടോ സപ്പോർട്ടായിട്ട് നിൽക്കണതാണ് ഇവിടെ കറക്റ്റായിട്ട്. ഇപ്പോൾ അടിച്ച ലോ ഇത് ഐ തിങ്ക് ഇതിൻ്റെ ബിലോ പോയി ഇല്ലെങ്കിൽ സസ്റ്റെയിൻ ആയില്ലെങ്കിൽ പ്രൈസ് ഇവിടുന്ന് റിവേഴ്സ് ആവേണ്ടതാണ്. ഓക്കെ, ബട്ട് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ ബേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ പ്രൈസ് ആക്ഷൻ ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് ഇതിൻ്റെ ഇതാണ്. സോ ഇവിടുന്ന് ഒരു റിജക്ഷൻ എടുക്കേണ്ടതാണ്. റിജക്ഷൻ എടുത്തിട്ട് താഴേക്ക് വരുള്ളൂ. കാരണം സ്മോൾ ടൈം ഫ്രെയിമിൽ നമ്മുടെ ബോട്ടം എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാം നമ്മുടെ ഇതിൽ ഹൈലൈറ്റ് വേവിൻ്റെ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ബോട്ടം ഫോം ആവുന്നത് ഇവിടെ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ആവുന്നതാണ്. ഇപ്പോൾ ആ 1 hour ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ നോക്കേണ്ടത് എപ്പോഴും. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോട്ടം ഫോം ആവന് മുന്നേ എന്തായി മൂവ്സ് 1 2 3 മൂവ് ഉള്ളൂ. 4 മൂവ് ആൻഡ് ദെൻ 5th മൂവ് ഇനി മുകളിലേക്ക് വീണ്ടും പോകും. താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ സപ്പോസ് തേർഡ് നമ്മൾ മൂവ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി 1 2. സോ തേർഡ് മൂവ് ഓൾമോസ്റ്റ് ഐ തിങ്ക് കംപ്ലീറ്റ് ആയി. കണ്ടോ? യെസ്, റിജക്ഷൻ എടുത്തിട്ട് 260.80% കറക്റ്റ് ഈ ഒരു ഏരിയയിലാണ് കണ്ട ഒരു റിജക്ഷൻ എടുത്തേക്കുന്നതാണ്. സോ ഓൾമോസ്റ്റ് ഐ തിങ്ക് ഈ ഒരു വേവ് കംപ്ലീറ്റ് ആയി. ആൻഡ് ദെൻ ഇനി 4th ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 4th ഫോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഫിബൊനാച്ചിയിൽ ഫിബ്രവരി ബോട്ടം ടു ഇപ്പോൾ അടിച്ച ടോപ്പ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നിയർ 38.20% ആണ് ഇത് ഉള്ളത്. സോ ഇനി താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോഴാണ് ഈ 5 മൂവ് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഏത് 1 2 3 4 and 5. പിന്നെ റെസിസ്റ്റൻസിന് വീണ്ടും ഒരു ഫോൾ വരും. ഓക്കെ, ആ ഫോൾ ആയിരിക്കും ബൈയിങ് സോൺ. സോ നിയർ 200 സോണിൽ വരികയാണെങ്കിൽ അതൊരു ബൈയിങ് സോൺ ആയിരിക്കുള്ളൂ. സോ ഐ തിങ്ക് ഇൻ കേസ് മുകളിൽ ആ റെസിസ്റ്റൻസ് വരെ പോയിട്ട് താഴെ പിന്നെ റിജക്ഷൻ എടുത്ത് താഴെ വരികയാണെങ്കിൽ സോ അതന്നെ 200 ഇതിൻ്റെ 195 to 200 ആ ഒരു ഏരിയ ആയിരിക്കും ബൈയിങ് സോൺ. സോ ഇപ്പം അല്ല, ഒന്നുകൂടി മുകളിലേക്ക് പോട്ടെ. 5 മൂവ്സ് കംപ്ലീറ്റ് ചെയ്യട്ടെ. മനസ്സിലായോ? 1 2 3 4 വന്നുകൊണ്ടിരിക്കുകയാണ്. 5th കംപ്ലീറ്റ് ചെയ്ത് പിന്നെ താഴേക്ക് ഷാർപ്പ് ഫോൾ വരും. ഓക്കെ, അപ്പോൾ ലീഡിങ് ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യും. ഇപ്പോൾ ഫോം ആയിട്ടില്ല. സോ നമ്മൾ 1 2 3 and 2 2 ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. സോ മോസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ഏകദേശം ഇതുപോലെ ആയിരിക്കുള്ളൂ ചിലപ്പോൾ. ഓക്കെ, സോ വന്നിട്ട് വീണ്ടും ഒരു സ്ലോലി മൂവ് ആൻഡ് ദെൻ ഷാർപ്പ് ഫോൾ താഴേക്ക് ഇവിടെ വരെ ഈ സോണിൽ വരെ വരേണ്ടതാണ്. ആ ഫോൾ ആ മുകളിൽ പോയിട്ട് താഴേക്ക് ഒരു ഫോൾ വരുമല്ലോ. ആ ഫോൾ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ആൻഡ് ഈ ട്രെൻഡ് ലൈൻ ഇപ്പോൾ ബിഗർ ടൈം ഫ്രെയിമിലായിട്ട് ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ടല്ലോ, അത് ഹോൾഡ് ചെയ്യണം. ഓക്കെ, അതാണ്. പിന്നെ നമുക്ക് ഈസിലി ഇവിടുന്ന് ബൈങ് ചെയ്യാം. ആ ബൈങ് ഇപ്പോൾ അടിച്ച ലോ വെച്ചിട്ട് SL വെച്ചിട്ട് നമുക്ക് ഈസിലി നമുക്ക് പ്ലേ ചെയ്യാം. ടാർഗറ്റ്സ് ഐ തിങ്ക് പിന്നെ ഇത് റെസ്പെക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അബവ് പിന്നെ 220 അബവ് ഒക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ലപോലെ ടാർഗറ്റ്സ് നമുക്ക് കിട്ടും, ഈസിലി കിട്ടും. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.